ഏറ്റവും പ്രിയങ്കരനായ അധ്യക്ഷൻ, സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ എൻ ഷംസുദ്ദീൻ, ബഹുമാന്യയായ നമ്മുടെ ഡെപ്യൂട്ടി സ്പീക്കർ ശ്രീമതി ഷാനിമോൾ ഉസ്മാൻ, ഡോക്ടർ സജിത് ബാബു, ശ്രീ സ്നേഹിൽ കുമാർ സിംഗ്, ശ്രീ അൻവർ സാദത്ത്, പ്രിയപ്പെട്ട അധ്യാപകരെ, വിദ്യാർത്ഥിനി സുഹൃത്തുക്കളെ, സംസ്ഥാനത്തെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളായിട്ടാണ് നിങ്ങൾ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. വിദ്യാഭ്യാസ മന്ത്രി വിശേഷിപ്പിച്ചതുപോലെ സംസ്ഥാനത്തെ മിടുക്കികളും മിടുക്കന്മാരും പങ്കെടുക്കുന്ന ഈ ഒരു മഹായോഗത്തിൽ സാന്നിധ്യമാകാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷം ഞാൻ പങ്കുവയ്ക്കുകയാണ്. നമ്മൾ IT നിന്നാണ് തുടങ്ങിയത്. ഇപ്പോൾ IT മാറി, IT വകുപ്പിന്റെ തന്നെ പേര് നമ്മൾ മാറ്റിയാണ്, ഫ്യൂച്ചർ ടെക്നോളജീസ് എന്നുകൂടി ചേർക്കുകയാണ്. ഞങ്ങൾ പഠിക്കുമ്പോഴാണ് കമ്പ്യൂട്ടർ വന്നത്. കമ്പ്യൂട്ടർ വന്നപ്പോൾ അതൊരു ഭയങ്കര വിപ്ലവകരമായ ഒരു മാറ്റമായിരുന്നു. ലോകം മുഴുവൻ വലിയ ചർച്ചയായിരുന്നു, നമ്മുടെ രാജ്യത്തും വലിയ ചർച്ചയായിരുന്നു. അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ശ്രീ രാജീവ് ഗാന്ധി 21ാം നൂറ്റാണ്ടിലേക്ക് ഇന്ത്യയെ കൈപിടിച്ചു കൊണ്ടുപോകാൻ രാജ്യത്ത് ഡിജിറ്റൽ ലിറ്ററസിയും കമ്പ്യൂട്ടറും സുപ്രധാനമായ പങ്കുവഹിക്കും എന്നെല്ലാം വിശേഷിപ്പിച്ചു. അദ്ദേഹമാണ് അതിൻ്റെ മുൻനിരയിൽ നിന്നത്. നമ്മുടെ സംസ്ഥാനത്ത് പതിവ് പോലെ കമ്പ്യൂട്ടർ വേണോ വേണ്ടേ എന്നുള്ളതിനെ കുറിച്ചൊക്കെ കുറേ നാൾ ചർച്ച ചെയ്തു. അതങ്ങനെയാണ് കേരളത്തിൽ. പക്ഷേ എല്ലാവർക്കും അതിൻ്റെ ഭാഗമാകേണ്ടി വന്നു. ഇന്ന് നമ്മുടെ രാജ്യത്ത് നിന്ന്, കേരളത്തിൽ നിന്ന് ഒരുപാട് IT എക്സ്പേർട്സ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വർക്ക് ചെയ്യുകയാണ്. ലോകത്തെ ഇതിൻ്റെ ഏറ്റവും ITയുടെ വലിയ ആസ്ഥാനം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന അമേരിക്കയിലെ സിലിക്കൺ വാലിയിൽ പോലും ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ നിന്നുള്ള കുട്ടികളാണ് അവിടെ, ചെറുപ്പക്കാരാണ് അവിടെ പ്രവർത്തിക്കുന്നത്. ലോകത്തിൻ്റെ എല്ലാ രാജ്യങ്ങളിലും IT രംഗത്ത് ഇന്ത്യക്കാരായിട്ടുള്ള ആളുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇന്ത്യയിൽ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രം ബാംഗ്ലൂരാണ്. ആ ബാംഗ്ലൂരിൽ ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്നത് മലയാളികളായിട്ടുള്ള ചെറുപ്പക്കാരാണ് IT രംഗത്ത് പ്രവർത്തിക്കുന്നത്. ലോകത്ത് വലിയ മാറ്റമുണ്ടായി, സയൻസിലും ടെക്നോളജിയിലും മാറ്റമുണ്ടായി. ഞങ്ങൾ പറയായിരുന്നു, ആദ്യത്തെ കമ്പ്യൂട്ടർ ഒരു മുറിയുടെ അത്ര ഉണ്ടായിരുന്നു. ഒരു മുറിയിൽ ഫുൾ കമ്പ്യൂട്ടറായിരുന്നു ആദ്യത്തെ. ഇപ്പോഴും നമ്മുടെ മ്യൂസിയത്തിൽ അത് വെച്ചിട്ടുണ്ട്. ആ കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്ത ആളുകളൊക്കെ ഇപ്പോഴും ഉണ്ട്. ഇപ്പോൾ ഇൻഫർമേഷൻ ഈസ് ഓൺ യുവർ ഫിംഗർ ടിപ്പ്, അല്ലേ? ഞങ്ങൾക്ക് ആർക്കും ഇല്ലാത്ത ഭാഗ്യമാണ് ഈ ജനറേഷൻ കിട്ടിയിരിക്കുന്നത്. ഞങ്ങളുടെ കാലത്ത് ഞങ്ങൾ പഠിക്കുമ്പോൾ ഒരു പുതിയ കാര്യം അറിയണമെങ്കിൽ ലൈബ്രറി പോയി പുസ്തകങ്ങൾ മറച്ചു നോക്കണം, അല്ലെങ്കിൽ അധ്യാപകരോട് ചോദിക്കണം, അന്വേഷിച്ചിങ്ങനെ നടക്കണം. കുറേ നാൾ കഴിഞ്ഞാലേ ചിലപ്പോൾ ആ ഇൻഫർമേഷൻ കിട്ടുള്ളൂ. ഇപ്പം അതല്ല. നിങ്ങൾക്ക് ഏത് വിവരം വേണമെങ്കിലും, ഏത് വിഷയം വേണമെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ഫിംഗർ ടിപ്പിന്റെ അറ്റത്താണ്. ഇതെല്ലാം, എല്ലാ വിവരങ്ങളും ലോകത്തിലാണ്. ആ മാറ്റമാണ് ലോകത്തുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ കാലത്തും മനുഷ്യൻ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തി, ഗവേഷണങ്ങൾ നടത്തി, പുതിയ അറിവുകൾ സമ്പാദിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ കാലത്തൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പോൾ നടക്കുന്നത് നോളജ് എക്സ്പ്ലോഷനാണ്, വിജ്ഞാന വിസ്ഫോടനമാണ്. നമ്മൾ ഇവിടെ ഇരിക്കുമ്പോൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, വിവിധ സർവകലാശാലകളിൽ, ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലെല്ലാം വലിയ ഗവേഷണങ്ങൾ നടക്കുകയാണ്, റിസർച്ച് നടക്കുകയാണ്. ഓരോ മിനിറ്റിലും പുതിയ അറിവുകൾ ഉണ്ടാവുകയാണ്. ആ അറിവുകൾ ഉണ്ടാകുന്നതിൻ്റെ വേഗത എന്ന് പറയുന്നത് വിസ്മയകരമായ വേഗതയാണ്. ഇപ്പം എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്ന ഒരു കുട്ടി ആ സിലബസ് അനുസരിച്ച് പഠിച്ച് പുറത്തു വരുമ്പോൾ ആ പഠിച്ച കാര്യം ഔട്ട്ഡേറ്റഡ് ആവുകയാണ്, പുതിയ നോളജ് വരികയാണ്. ഇന്നത്തെ കാലത്തെ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് നോളജ് അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ആ നോളജ് അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളത് ചലഞ്ചാണ് നമ്മുടെ മുമ്പിൽ ഏറ്റവും ഉള്ളത്. ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവുകയാണ്. മനുഷ്യന്റെ എന്തുമാത്രം ക്രിയേഷൻസ് ആണ് ലോകത്തുണ്ടായിരിക്കുന്നത്. മനുഷ്യനുണ്ടായ കാലം മുതൽ ഇപ്പം നിങ്ങളുടെ മീതെ പറക്കുന്ന ഡ്രോൺ മനുഷ്യന്റെ ഒരു ക്രിയേഷനാണ്. ഈ മൈക്ക് ക്രിയേഷനാണ്. ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ മനുഷ്യ വംശത്തിന്റെ ചരിത്രത്തിൽ ഇല്ലാത്ത അത്ഭുതകരമായ ഒരു കണ്ടുപിടുത്തമാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്.
ഞാൻ കഴിഞ്ഞ വർഷം ഒരു പുസ്തകം വായിച്ചു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ എക്സ്പേർട്ട് ആയിട്ടുള്ള റേ കേഴ്സ്വെൽ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ എഴുതിയ പുസ്തകമാണ്. സിംഗുലാരിറ്റി ഈസ് നിയറർ എന്നാണ്. ആ പുസ്തകം വായിച്ചാൽ ഞെട്ടിപ്പോവും. അദ്ദേഹം പറയുന്നത് ഈ ഡെക്കേഡിന്റെ, ഈ ദശകത്തിന്റെ അവസാനമാവുമ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അത് ഹ്യൂമൻ ഇന്റലിജൻസിന്റെ ഒപ്പമെത്തും എന്നാണ്, ഈക്വലായിട്ട്. പിന്നീട് ഒരു 5-6 വർഷം കഴിയുമ്പോൾ, ചിലപ്പോൾ ആ 6 വർഷം ഉണ്ടാവില്ല അദ്ദേഹം കണക്കാക്കിയത്, അതിനേക്കാൾ വേഗത്തിൽ അത് മനുഷ്യന്റെ ബുദ്ധിശക്തിയെ, ഹ്യൂമൻ ഇന്റലിജൻസിനെ ബൈപ്പാസ് ചെയ്ത് സൂപ്പർ ഇന്റലിജന്റ് ആവുമെന്ന്. ആലോചിച്ച് നോക്കിയേ, മനുഷ്യവംശത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി മനുഷ്യന്റെ ഒരു ക്രിയേഷൻ മനുഷ്യന്റെ ബുദ്ധിശക്തിയുടെ അപ്പുറത്തേക്ക് പോവുകയാണ്, മനുഷ്യനേക്കാൾ ബുദ്ധിയുള്ളതായി മാറുകയാണ്. നമ്മൾ എന്തെല്ലാം സാധനം ഉണ്ടാക്കിയിരിക്കുന്നത്. ഹരാരെയുടെ ഒരു മനോഹരമായ പുസ്തകമുണ്ട്, നെക്സസ്. അതിൽ അദ്ദേഹം പറയുന്നത് മനുഷ്യന്റെ ക്രിയേഷനെ പറ്റി, ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കമ്പയർ ചെയ്യുന്നത്, കടാര മനുഷ്യനുണ്ടാക്കിയതാണ്, അല്ലെ ആളുകളെ കുത്തിക്കൊല്ല ഒരുപാട് പേര്. പക്ഷേ അത് ഈ ടീപ്പോയിൽ വെച്ചാലോ നിരുപദ്രവകാരിയാണ്, ഒറ്റയ്ക്ക് ഒന്നും ചെയ്യില്ല. ഒറ്റയ്ക്ക് എഴുന്നേറ്റ് വന്ന് നിങ്ങളെ കുത്തുവോ? ഇല്ല. ഒരു ഫുൾ ഓർഡർ റിവോൾവർ മനുഷ്യനുണ്ടാക്കിയതാണ്, മറ്റുള്ളവരെ കൊല്ലാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. ആ സാധനം ഒരു ടേബിളിന്റെ മീതെ വെച്ചാൽ കുഴപ്പമുണ്ടാക്കുമോ? ഒറ്റയ്ക്ക് പോയി എഴുന്നേറ്റ് എല്ലാവരും വെടിവെക്കുമോ? ഇല്ല. ഏറ്റവും കുഴപ്പം പിടിച്ച സാധനം എന്താ? മനുഷ്യനുണ്ടാക്കിയത് ബോംബാണ്, അല്ലേ? ആ ബോംബ് ഒറ്റയ്ക്ക് ഒരു പ്ലെയിനിൽ കയറി നമ്മുടെ ഉക്രൈനിലും പാലസ്തീനിലും പോയി ബോംബിടുമോ? ഇല്ല. പക്ഷെ അതിൻ്റെ അപ്പുറത്തേക്ക്, അതായത് ഹ്യൂമൻ ഇന്റർവെൻഷൻ വേണം. പക്ഷെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത തലത്തിലേക്ക് അത് പോവുകയാണെന്നാണ് പറയുന്നത്. ഇത് നോളജ് എക്സ്പ്ലോഷന്റെ ഈ കാലത്ത് ഓരോ പ്രൊജക്ഷൻ ഉണ്ട്, ഓരോ പ്രൊജക്ഷൻ. ആ പ്രൊജക്ഷൻ മെഡിക്കൽ സയൻസിലെ കാര്യം തന്നെ ഹരാരെ പറഞ്ഞിരിക്കുന്നത് ഭയങ്കര രസകരമാണ്. അതായത് അദ്ദേഹം ചോദിക്കുന്ന ഒരു ചോദ്യം, കഴിഞ്ഞ നൂറ്റാണ്ടിൽ മനുഷ്യന്റെ ആയുസ് എത്രയായിരുന്നു ശരാശരി? 35 വയസ്സ് ആയിരുന്നു. ഇപ്പോഴെത്രയാണ് മനുഷ്യന്റെ ആയുസ്? 70-നും 75-നും ഇടയിലായി, ഇരട്ടിയിൽ കൂടുതലായി. കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഒരാൾ മരിച്ചാൽ എന്താണ് മരിക്കാൻ കാരണം എന്ന് ചോദിച്ചപ്പോൾ നെഞ്ചുവേദന വന്നു മരിച്ചു. ഇപ്പൊ നെഞ്ചുവേദന വന്നാലോ ഡോക്ടർ ട്രെഡ്മില്ലിൽ ഓടിക്കും, ECG എടുക്കും, അല്ലെ വേണമെങ്കിൽ ഒരു ആൻജിയോപ്ലാസ്റ്റി ചെയ്യും. ഇനി അതിലും കൂടുതലാണെങ്കിൽ ഒരു ബൈപ്പാസ് സർജറി ചെയ്ത് 4 ദിവസം കഴിയുമ്പോൾ എഴുന്നേറ്റ് വീട്ടിൽ പോകാൻ പറയും. അപ്പം മെഡിക്കൽ സയൻസിന്റെ ഉണ്ടായ പുരോഗതിയാണ് മനുഷ്യന്റെ ലൈഫ് എക്സ്പെക്ടൻസി, അല്ലേ, ആയുർദൈർഘ്യം വർദ്ധിപ്പിക്കാനുള്ള കാരണം. ഹരാരെയുടെ വളരെ രസകരമായൊരു ചോദ്യമുണ്ട്, ഈ പോക്ക് പോയാൽ അടുത്ത നൂറ്റാണ്ടിൽ മനുഷ്യന്റെ ആയുസ് എത്രയായിരിക്കും? വല്ല പിടിയുണ്ടോ? 160-നും 180-നും വയസ്സിലിടയിലായിരിക്കും. ഹരിഗോവിന്ദൻ മാഷ് അടുത്ത നൂറ്റാണ്ടിൽ ജനിച്ചാൽ മതിയായിരുന്നു എന്ന് വിചാരിക്കും അവിടെ ഇരുന്ന്. അത്രയാവുന്ന പറഞ്ഞത് 160-നും 180-നും. കാര്യം എന്താ പറയുന്നത്? മെഡിക്കൽ സയൻസിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ റോൾ വരികയാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ അടുത്ത് നിന്ന് നമ്മുടെ സിംറ്റംസ് പറഞ്ഞാൽ അപ്പൊ തന്നെ ഡയഗ്നോസ് ചെയ്യും. എന്നിട്ട് ഇതാണ് തന്റെ രോഗം എന്ന് പറയും. ഇപ്പൊ ഡയഗ്നോസ് ചെയ്യണമെങ്കിൽ വലിയ പാടാ. രോഗം വന്ന ഒരാൾ നമ്മളോട് പറയും എറണാകുളത്ത് ഒരു ആശുപത്രി ഉണ്ടെന്ന് പറയും, വേറൊരാൾ പറയും വേറെ സ്ഥലത്ത് ഒരു ആയുർവേദ ആശുപത്രി ഉണ്ടെന്ന് പറയും, വേറൊരാൾ പറയും യുനാനിയാണ് നല്ലതെന്ന് പറയും. അപ്പോൾ മറ്റൊരാൾ പറയും വയനാട്ടിൽ ഒരു ഒറ്റമൂലയുണ്ട് അതിന് പോകണമെന്ന് പറയും. രോഗം വന്നാൽ പെട്ടുപോയതാണ് ഇപ്പോഴത്തെ കാലത്ത്. മറ്റേത് ആ പ്രശ്നമില്ല, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അപ്പം തന്നെ രോഗം ഡയഗ്നോസ് ചെയ്ത് ഇതാണ് രോഗം എന്ന് പറയും. സെക്കൻഡ് ഓപ്ഷൻ എന്താ? ഫർദർ ആക്ഷൻ എന്താ? ഫർദർ ആക്ഷൻ മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യുക, അല്ലേ? അപ്പോൾ ഒരു കുറേ മരുന്നങ്ങ് എടുക്കും. അതിൻ്റെ പറയും ഇത് വേണ്ട, തൻ്റെ കിഡ്നി അടിച്ചു പോകും, ഇത് വേണ്ട, ഇത് തൻ്റെ ലിവർ പോകും, ദിസ് ഈസ് ദ റൈറ്റ് മെഡിസിൻ, മരുന്ന് കഴിക്കുക, രോഗം മാറ്റുക. പിന്നെ പറയുന്നുണ്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും നാനോ ടെക്നോളജിയും കൂടി ഇന്റർ ഡിസിപ്ലിനറിയാണ്, 2 സബ്ജക്റ്റാണ്. 2 കൂടി ഉണ്ടാക്കിയിട്ട് ഒരു നാനോ സംഭവം ഉണ്ടാക്കി, ചെറിയൊരു സംഭവം. അത് ഇഞ്ചക്ട് ചെയ്യുക നമ്മുടെ വെയിനിലൂടെ. അത് ഇഞ്ചക്ട് ചെയ്തിട്ട് അതിങ്ങനെ പോവും. നിങ്ങൾ വീഡിയോ ഗെയിം കളിക്കില്ലേ, ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ആ സ്റ്റിക്ക് വെച്ചിട്ട്, അതുപോലെ ഡോക്ടർ ഇങ്ങനെ ഇതിനെ കൺട്രോൾ ചെയ്യും. അപ്പോൾ ഈ സാധനം ഇങ്ങനെ പോവും. ഇത് പോയിട്ട് ഹാർട്ടിലെ ബ്ലോക്ക് ഉണ്ടെങ്കിൽ ബ്ലോക്ക് കംപ്ലീറ്റ് മാറ്റും. അപ്പോൾ ആൻജിയോപ്ലാസ്റ്റി ഇല്ല, ബൈപ്പാസ് സർജറി ഇല്ല, ബ്ലോക്ക് മാറി. ശരീരത്തിലൂടെ പോയി ശരീരത്തിലെ ക്യാൻസറസ് സെല്ലുകൾ മുഴുവൻ റിമൂവ് ചെയ്യും. കീമോതെറാപ്പി ഇല്ല, റേഡിയേഷൻ ഇല്ല, മുടി കൊഴിയില്ല, ഒന്നുമില്ല, ക്യാൻസർ മാറും. ഇങ്ങനെയാണ് രോഗങ്ങൾ മാറ്റാൻ പോകുന്നത് വരുന്ന കാലത്ത്.
പിന്നെ പറയുന്നുണ്ട് ഹാർട്ട് പോയാൽ വേറൊരാളുടെ ഹാർട്ടല്ല, ആർട്ടിഫിഷ്യൽ ഹാർട്ട്, ആർട്ടിഫിഷ്യൽ കിഡ്നി, ആർട്ടിഫിഷ്യൽ ലിവർ. ആർട്ടിഫിഷ്യൽ ലിവറിന്റെ കണ്ടുപിടുത്തം കഴിഞ്ഞ് അതിന്റെ ക്ലിനിക്കൽ ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉടനെ വരും ആർട്ടിഫിഷ്യൽ ലിവർ. ഇപ്പൊ തന്നെ, അധിക സമയമുണ്ട്, അടുത്ത നൂറ്റാണ്ടിലേക്ക് പോകണ്ട, ഇപ്പൊ തന്നെ വരും, റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്ത് ഗവേഷണം നടക്കുകയാണ്. പിന്നെ ചിലപ്പോൾ ഒരു 150 വയസ്സാവുമ്പോൾ ചിലപ്പോൾ എല്ലാം ആർട്ടിഫിഷ്യൽ ആയിരിക്കും ശരീരത്തിൽ, പഴയ സാധനമൊന്നും ഉണ്ടാവില്ല, അതായിരിക്കും വരുന്നത്. പിന്നെ വേറെ സംഭവം പറയുന്നുണ്ട്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ചെയ്യാൻ പോകണം. അത് കണ്ട് എനിക്ക് നിങ്ങളോട് ഭയങ്കര അസൂയ തോന്നുക. കാരണം നിങ്ങളുടെ ജനറേഷനാണ് അത് കിട്ടാൻ പോകുന്നത്, ഞങ്ങൾക്ക് കിട്ടാൻ സാധ്യത കുറയില്ല. എന്താ കാര്യം? ഏജിങ് പ്രോസസ്സ് റിവേഴ്സ് ചെയ്യും. ഏജിങ് പ്രോസസ്സ് റിവേഴ്സ് ചെയ്യും. പ്രായമാവില്ലെന്ന്. 125 വയസ്സാകുമ്പോഴും നമ്മുടെ പൊതുവിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീനെ കണ്ടു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ സുന്ദരനായിരിക്കും. പ്രായാവില്ല, പ്രായാവില്ല. എൻ്റെ പോലെ മുടിയൊക്കെ കൊഴിഞ്ഞ് മുഖമൊക്കെ ചുളിഞ്ഞ് പോവില്ല. ഏജിങ് പ്രോസസ്സ് റിവേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കണ്ടുപിടുത്തങ്ങളാണ് ലോകത്തിലുണ്ടാകുന്നത്. നമ്മൾ വായിച്ചു പോയി കഴിഞ്ഞാൽ ഭയങ്കരമായ അത്ഭുത ലോകത്തേക്കാണ് നിങ്ങൾ പോകുന്നത്, വിസ്മയ ലോകത്തേക്കാണ് എൻ്റെ കുട്ടികൾ പോകുന്നത്. നിങ്ങൾ അതാണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, അതാണ് നിങ്ങൾ പരിശീലനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ലോകത്ത്, ഈ വിജ്ഞാനത്തിൻ്റെ ആ വലിയ ലോകത്തിലേക്കാണ് നിങ്ങൾ പോകുന്നത്. ലോകം മാറുകയാണ്, എല്ലാ രംഗത്തും മാറുകയാണ്. ഇത് ഫ്യൂച്ചറിനെ കുറിച്ചാണ് പറഞ്ഞത്, പാസ്റ്റിനെ കുറിച്ചുമുണ്ട്. നമ്മുടെ ഗതകാലത്തെക്കുറിച്ച് 10,000 വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ചത് കണ്ടുപിടിക്കാൻ ഈ ടെക്നോളജി ഉപയോഗിക്കുകയാണ്. മനുഷ്യൻ നടന്നു വന്ന വഴികൾ. ഇപ്പൊ ചിലർ പറയും ഞങ്ങൾ ആര്യന്മാർ, ഞങ്ങൾ വെളുത്ത ആളുകൾ, നിങ്ങൾ കറുത്ത ആളുകൾ. ഒരു ഇതുമില്ല. ഇപ്പോഴത്തെ കണ്ടുപിടിച്ചേക്കണ എന്താ അറിയോ? എല്ലാവരും ഔട്ട് ഓഫ് ആഫ്രിക്കൻസ് എന്നാണ്. നമ്മുടെ പൂർവികരെല്ലാം ആഫ്രിക്കയിൽ ജീവിച്ചിരുന്നവരാണെന്നാണ്. ആഫ്രിക്കയിൽ നിന്ന് അവർ ഇന്ത്യയിലേക്ക് വന്നതിന്റെ റൂട്ട് ഇപ്പൊ ക്ലിയറാണ്. ആദ്യത്തെ റൂട്ട് അഫ്ഗാനിസ്ഥാൻ വഴി വന്നു നോർത്ത് ഇന്ത്യയിലേക്ക്. രണ്ടാമത്തെ ബാച്ച് 1000 വർഷങ്ങൾക്ക് ശേഷം ഇറാനിലെ മെഡോസ് വഴി വന്നു. കുറെ നാൾ അവരെല്ലാം കൂടി അവിടെ ഒരുമിച്ച് ജീവിച്ചിട്ട് പിന്നെ സൗത്ത് ഇന്ത്യയിലേക്ക് പോന്നു. അതാരാ? നമ്മുടെ പൂർവികരാണ്. അതെങ്ങനെ കണ്ടുപിടിക്കുന്നത്? മനുഷ്യന്റെ മൂവ്മെന്റ്, ആർക്കിയോളജിക്കൽ എക്സ്കവേഷൻ നടത്തും. മണ്ണ് കുഴിക്കും. മണ്ണ് കുഴിക്കുമ്പോൾ മണ്ണിന്റെ അടരുകൾ കണക്കാക്കി കാലം നിശ്ചയിക്കും. അപ്പൊ ചിലപ്പോ മനുഷ്യന്റെ തലയോട്ടി, അസ്ഥികൾ, മൃഗങ്ങളുടെ അസ്ഥികൾ, ഇതൊക്കെ കിട്ടും. ഇത് ജനറ്റിക് പരിശോധനയുണ്ട്. ജനറ്റിക് പരിശോധന ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടു കൂടിയാണ്. ജനറ്റിക് എഞ്ചിനീയറിംഗിലേക്കും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വന്നു. ആ ജനറ്റിക് പരിശോധന നടത്തിയാൽ 10,000 വർഷങ്ങൾക്ക് മുൻപ് ഇതിലെ കടന്നുപോയ ഒരാളുടെ അസ്ഥിയാണ്, സ്കള്ളാണ് അവിടെ കിടക്കുന്നതെന്ന് കണക്കാക്കാൻ പറ്റും. വർഷം കണക്കാക്കാൻ പറ്റും. അത് ഓരോ വർഷം കഴിയുന്നതോറും അതിന്റെ പ്രിസിഷൻ കൂടുകയാണ്. ഇപ്പൊ പറയും 10,000 വർഷം മുമ്പെന്ന് പറയും. എനിക്ക് തോന്നുന്നു 2 കൊല്ലം കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രിസിഷനാണ്, സർജിക്കൽ പ്രിസിഷൻ പോലെയാണ്. ഇത്രാമത് വർഷമാണ് ഇനി ഇതിലൂടെ ആള് കടന്നുപോയത്. മനുഷ്യന്റെ മൂവ്മെന്റ് പോലും പാസ്റ്റ്, ഗതകാലത്തെ കടന്നുപോയത്. അത്രയും വലിയ കാര്യങ്ങളാണ് കണ്ടുപിടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ആ ലോകത്തേക്കാണ് നിങ്ങൾ പോകുന്നത്. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ മന്ത്രി ഇവിടെ സൂചിപ്പിച്ചതുപോലെ നിങ്ങൾ വളരെ പാഷനേറ്റായി നിങ്ങളുടെ ഈ സബ്ജക്റ്റിനെ, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന സബ്ജക്റ്റിനോട് വളരെ അർപ്പണബോധത്തോടു കൂടി, ഡെഡിക്കേറ്റഡ് ആയി, ഹാർഡ് വർക്ക് ചെയ്ത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നോളജ് അപ്ഡേറ്റ് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോകണം. നിങ്ങൾ ഈ നാടിൻ്റെ മുഴുവൻ സ്വപ്നമായി ആണ് ഇപ്പോൾ. ഞാൻ എപ്പോഴും പറയും, മാതാപിതാക്കളുടെ മാത്രം സ്വപ്നമല്ല നിങ്ങൾ, ഞങ്ങളുടെ കൂടി സ്വപ്നമാണ്. നിങ്ങൾ വളർന്നു വലിയ മിടുമിടുക്കികളും മിടുമിടുക്കന്മാരായി മാറുമ്പോഴാണ് നാടിനും വലിയ മാറ്റമുണ്ടാകുന്നത്. ആ നാടിൻ്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയൊരു മൂവ്മെന്റ് രാജ്യത്തിൻ്റെ മുമ്പിൽ നമ്മൾ ഉണ്ടാകണം, ലോകത്തിൻ്റെ മുന്നിൽ നെറുകയിൽ നമ്മൾ ഉണ്ടാകണം. ആ ഒരു മുന്നേറ്റത്തിന്, ആ കേരളത്തിൻ്റെ ആ മുന്നേറ്റത്തിൻ്റെ പാതയിൽ വഴിവിളക്കായി മാറേണ്ടവർ, ശക്തിയായി മാറേണ്ടവർ നിങ്ങളാണ് എന്ന് ഞാൻ വിനയപൂർവ്വം ഓർമ്മിപ്പിച്ചുകൊണ്ട് അവാർഡ് കരസ്ഥമാക്കിയ എല്ലാവരെയും പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് പ്രതിനിധികളായി എത്തിയിട്ടുള്ള നിങ്ങളെ എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ ഈ പരിപാടി നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി.
പുരസ്കാരദാന ചടങ്ങിന് മുൻപായി CSR ഫണ്ട് ഉപയുക്തമാക്കി വിദ്യാലയങ്ങളിലേക്ക് അഡ്വാൻസ്ഡ് റോബോട്ടിക് കിറ്റുകൾ ലഭ്യമാക്കിയവർക്കുള്ള സ്നേഹാദരം നൽകുകയാണ് അടുത്തതായി. ആദരവ് ഏറ്റുവാങ്ങുന്നതിനായി SBI പ്രതിനിധികളെ ക്ഷണിക്കുന്നു. സ്നേഹാദരം നൽകുന്നതിനായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ അവർകളെ ക്ഷണിക്കുന്നു. അടുത്തതായി സ്നേഹാദരം ഏറ്റുവാങ്ങുന്നതിനായി കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് പ്രതിനിധികളെ ക്ഷണിക്കുന്നു. നാം ആകാംക്ഷയോടെ കാത്തിരുന്ന ലിറ്റിൽ കൈറ്റ്സ് 2026 പുരസ്കാര സമർപ്പണമാണ്. പുരസ്കാരം നൽകുന്നതിനായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ അവർകളെ ക്ഷണിക്കുന്നു. ആദ്യമായി ഒന്നാം സ്ഥാനം ലഭിച്ചിരിക്കുന്നത് AMMHSS ഇടയാറന്മുള, പത്തനംതിട്ട ജില്ലയിൽ നിന്നും. നൽകാം നിറ കയ്യടികൾ. ഒന്നാം സ്ഥാനം സ്വന്തമാക്കിയിരിക്കുന്നത് AMMHSS ഇടയാറന്മുള. ലിറ്റിൽ കൈറ്റ്സ് 2026 രണ്ടാം സ്ഥാനം സ്വന്തമാക്കിയിരിക്കുന്നത് വയനാട് ജില്ലയിൽ നിന്നും GHS കുറുമ്പാല. രണ്ടാം സ്ഥാനം GHS കുറുമ്പാല, വയനാട് ജില്ല. ലിറ്റിൽ കൈറ്റ്സ് 2026 രണ്ടാം പുരസ്കാരം സ്വന്തമാക്കിയിരിക്കുന്നത് GHS കുറുമ്പാല, വയനാട്. അടുത്തതായി മൂന്നാം സ്ഥാനം സ്വന്തമാക്കിയിരിക്കുന്നത് ഗവൺമെന്റ് ഗേൾസ് HSS കോട്ടൺ ഹിൽ, തിരുവനന്തപുരം. ലിറ്റിൽ കൈറ്റ്സ് 2026 അവാർഡ് സമർപ്പണ ചടങ്ങിൽ മൂന്നാം സ്ഥാനം സ്വന്തമാക്കിയിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ നിന്നും ഗവൺമെന്റ് ഗേൾസ് HSS കോട്ടൺ ഹിൽ.